കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ ABC മലയാളം. രഞ്ജിത്ത് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനാകുന്ന പുത്തൻപണത്തിന്റെ രണ്ടാമത്തെ ടീസർ പുറത്തിറങ്ങി. കാസർഗോഡ് കുമ്പള സ്വദേശിയായ നിത്യാനന്ദ ഷേണയുടെ കഥ പറയുന്ന ചിത്രമാണ് പുത്തൻപണം. അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ കാസർഗോഡ് ഭാഷയാണ് മമ്മൂട്ടി സംസാരിക്കുന്നത്. ടീസറിൽ മമ്മൂട്ടിയും ബാലനടനുമായ ഗണപതിയുമാണുള്ളത്. ചിത്രം വിഷുവിന് റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം. പുത്തൻപണം മമ്മൂട്ടിയുടെ കരിയറിലെ വ്യത്യസ്തമായ ഒരു കഥയും കഥാപാത്രവുമാകും ഈ ചിത്രമെന്ന കാര്യത്തിൽ ആരാധകർക്കോ പ്രേക്ഷകർക്കോ സംശയമില്ല. മമ്മൂട്ടി ചിത്രത്തെ എന്നും ഇരുകൈയും നീട്ടി സ്വീകരിച്ച ചരിത്രമേ ആരാധകർക്കുള്ളൂ. എന്നാൽ പുത്തൻപണം ഇപ്പോൾ റിലീസ് വേണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ ഒന്നൊന്നര ട്രീറ്റ് തന്നെയാണ് ഗ്രേറ്റ് ഫാദർ. ഡേവിഡ് നയനാനോട് ഏറ്റുമുട്ടാൻ നിത്യാനന്ദ ഷേണ എത്തുമ്പോൾ ആഹ്ലാദിക്കേണ്ടത് ആരാധകർ തന്നെയാണ്. എന്നാൽ ഒരു പരിധിവരെ അവർക്കതിന് കഴിയുന്നില്ല എന്ന് വേണം കരുതാൻ. പുത്തൻപണം മെയ് റിലീസാക്കി മാറ്റണമെന്നാണ് സോഷ്യൽ മീഡിയകളിൽ ഉയരുന്ന ആവശ്യം. ചരിത്ര വിജയത്തിലേക്കാണ് ഡേവിഡ് നയനാന്റെ പോക്ക്. അതിനിടയിൽ ഒരു സൗഹൃദ മത്സരമാണെങ്കിൽ പോലും അത് ഡേവിഡിനെ പാരയാവും. പുത്തൻപണം മെയ് മാസത്തിലേക്ക് നീട്ടിയാൽ കിട്ടുന്ന ആ സമയം മതി ഡേവിഡിന്റെ തേർവാഴ്ച കാരണം മലയാള സിനിമയിലും ബോക്സ് ഓഫീസിലും പുതിയ ചരിത്രങ്ങൾ എഴുതി ചേർക്കപ്പെടാൻ. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ ABC മലയാളം.